എല്ലാവർക്കും നമസ്തേ. ഞാൻ ഒരു 10-18 വർഷം പത്രപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഒന്ന് രണ്ട് പ്രമുഖ പത്രങ്ങളുടെ റിപ്പോർട്ടറായി വളരെയേറെ കാലം പ്രവർത്തിച്ചിരുന്നു. അന്നൊക്കെ എനിക്ക് ഈ മാധ്യമ പ്രവർത്തനം വളരെയേറെ ഇഷ്ടമായിരുന്നു. ഇന്നും ഇഷ്ടമാണ്. കാരണം വർഷങ്ങളോളം ഞാൻ ആ രംഗത്ത് പ്രവർത്തിച്ചിരുന്നതുകൊണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം കാണുമ്പോൾ വളരെയേറെ അവജ്ഞയാണ് തോന്നുന്നത്. അത് മറ്റൊന്നുമല്ല, ഇതിൻ്റെ നിലവാരം എത്രമാത്രം നശിച്ചു പോയിരിക്കുന്നു എന്നുള്ള ഒരു നിലവാരം താണുപോയിരിക്കുന്നു എന്നുള്ള ഒരു ബോധം ഇത് ചില ചാനലുകളുടെ പ്രവർത്തനം കാണുമ്പോൾ തോന്നിപ്പോവുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രമുഖമായി നിൽക്കുന്നത് ഒരു കാട്ടുകള്ളന്മാരുടെ ഒരു ചാനലുണ്ട്. അവർ നാട്ടിലുള്ള വനം കൊള്ളയടിച്ചും ഒക്കെ കുറേ പണമുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചാനൽ. അതിൻ്റെ ഈ ഉടമ വന്നിരുന്ന് ഒരു വിവരവും ഇല്ലാത്ത, എങ്ങനെ സംസാരിക്കണമെന്ന് അറിവ് പോലും ഇല്ലാത്ത ഒരു വ്യക്തി വന്നിരുന്ന് ഈ TV തുറന്നു വെക്കുമ്പം അയാളുടെ മോന്തയാണ് കാണുന്നത്. അയാൾക്ക് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ട് വേറെ ഒരു വിദ്വാനാണ് ഇതെല്ലാം അയാളെ കൊണ്ട് അവതരിപ്പിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഒരു കഴിവുള്ളവൻ, ജേർണലിസം കഴിയണമെന്നില്ല, കഴിവുള്ളവൻ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കാര്യങ്ങൾ. ഇത് രാജ്യത്തെ കൊള്ളയടിച്ച് പിന്നെ പല രീതിയിൽ ഈ കാട് വെട്ടിമുടിച്ച് തന്നെയല്ല, ജനങ്ങളെ പറ്റിച്ച് ഇടയ്ക്ക് ഈ ഒരു ഫോണിൻ്റെ സ്മാർട്ട് ഫോൺ രംഗത്തിറക്കുന്നതെന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണം നൽകി അങ്ങനെ ഒത്തിരി ജനങ്ങളെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കിയ ഒരു കള്ളൻ. അവൻ വന്നിരുന്ന് നമ്മുടെ മുന്നിൽ വന്നിരുന്ന് എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്. അവന് ഇത് മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഈ ജനങ്ങളുടെ മുന്നിൽ ഈ വെട്ടിപ്പെട്ടിക്കകത്തിൽ കൂടെ നമ്മുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ എന്താണ് ഈ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? പിന്നെ അയാൾ കാട്ടുകള്ളനായതുകൊണ്ട് അയാളുടെ ആ ചാനലിനകത്ത് ഒത്തിരി കാടുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ എണ്ണത്തിനെ നട്ടു വളർത്തിയിട്ടുണ്ട്. ഒരു മുട്ട, ഒരു പരുത്തിക്കുരു, അതെന്തായാലും ഈ കാട്ടിൽ ഉണ്ടല്ലോ, ഈ നമുക്ക് സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഈ മുട്ട എന്ന് പറയുന്നത് തന്നെ ഈ അതിൽ നിന്നുണ്ടായി വരുന്ന ഈ മൂർഖൻ പോലുള്ള, അണലി പോലുള്ള ക്ഷുദ്രജീവികൾ, ഇതിൻ്റെയൊക്കെ ഈ ഉത്ഭവം എന്ന് പറയാൻ അതിൻ്റെയൊക്കെ ഈ കാടാണ്, വനം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാട് പിടിച്ച് കിടക്കും നമ്മുടെ നാട്ട് പ്രദേശത്തുള്ള ഇതൊക്കെ. അതിനകത്തൊക്കെ ഇത്തരം ക്ഷുദ്ര വസ്തുക്കൾ കാണും. ഇതേ കുറേ എണ്ണത്തിനെ അങ്ങോട്ട് കൊണ്ടിരുത്തിയിട്ട് ആളുകളെ പറയുന്ന പുലഭ്യം, അത് ഒരു വിഭാഗത്തിനെ മാത്രമാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകളെ കോൺഗ്രസ്സുകാരെയും പറയുന്നില്ല. അവർക്ക് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇവരൊക്കെ ഈ BJP അല്ലെങ്കിൽ ഈ രാജ്യത്തിനെതിരെ തന്നെയാണ് ഇതുങ്ങളൊക്കെ പറയുന്നത്. ഈ ചീത്ത വിളിക്കാൻ കോടികൾ അവരിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള തെറിപറച്ചിലാണ്, പുലഭ്യം പറച്ചിലാണ് ഈ ക്ഷുദ്രജീവികൾ ഈ ചാനലിൽ വന്നിരുന്ന് വിളിച്ചു പറയുന്നത്. നമ്മൾക്ക് അറിയാം, നമ്മൾ ഒരു മാധ്യമപ്രവർത്തനം നടത്തിയാൽ ചിലപ്പോൾ നമ്മൾ ഒരു പക്ഷം പിടിച്ചെന്നിരിക്കാം. നമുക്കൊരു രാഷ്ട്രീയമുണ്ട്, ചിലപ്പം നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ ഒരു പക്ഷത്തേക്ക് മാറി എന്നിരിക്കും. ഇത് ബോധപൂർവം ഒരു പക്ഷം ശരിയാണ് ചെയ്യുന്നത് എന്ന് അറിയാമായിട്ട് കൂടി അതിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഈ തരംതാണ രീതിയിലുള്ള, അത് രാജ്യം നശിച്ചാലും വേണ്ടില്ല, തങ്ങളുടെ രാഷ്ട്രീയം, തങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി തങ്ങൾ എതിർക്കുന്നവരെ പുലഭ്യം പറയുക, അവരെ താറടിച്ച് കാണിക്കുക എന്നുള്ള രീതിയിലുള്ള അവതരണങ്ങളാണ് ഈ ഒരു വൃത്തികെട്ട ചാനലിൽ കൂടി പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്
ഈ ഒരു നമ്മുടെ കേരളം വലിയ പരിഷ്കൃത സമൂഹമാണെന്നൊക്കെ ഈ ഒരു വ്യാജമായിട്ട് മേനി നടിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഈ വ്യാജമേനി നടിക്കുന്ന ആൾക്കാരാണ്. വ്യാജമേനി എന്ന് ഞാൻ പറയാൻ കാരണം തന്നെ ഉണ്ട്. ഇത്തരം വൃത്തികെട്ടന്മാരെയും ഇത്തരം വൃത്തികെട്ട ചാനലിനെയും ഈ പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഈ കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളാണ്. അത് ഈ രാജ്യത്തെ എതിർക്കുന്നവരാണെന്നറിയാം. ഈ രാജ്യത്തെ സ്നേഹമില്ലാത്തവരാണ് ഇതിനെ ഉയർത്തിക്കൊണ്ട് നടക്കുന്നത്, ഇതിനെ വളർത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. രാജ്യവിരുദ്ധരാണ് ഇതിന് പിന്നിൽ ഇവരെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കാരണം ഒരു ജിഹാദി ചാനലിനെ ഇതേപോലെ വളർത്തിക്കൊണ്ടുവരുന്നതും ഈ രാജ്യവിരുദ്ധരാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കേരളത്തിൽ വളരെയേറെ ഉള്ളത് കൊണ്ടാണ് ഞാൻ വ്യാജ മേനി നടിക്കുന്നവരെന്ന് പറഞ്ഞത്. ഈ കൂട്ടർ ഈ വിധ്വംസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ ഒരു രീതിയിലും വിമർശിച്ചാൽ ഉടനെ അവരുടെ മെക്കിട്ട് കയറുന്ന ഇത് നമ്മൾ കാണുന്നുണ്ട്. ഈ ആ ചാനലിൽ, ആ വൃത്തികെട്ട ചാനലിലെ ചർച്ചകൾ നമ്മൾ കണ്ടാൽ, ഞാനത് കാണാറില്ല, പക്ഷെ ചിലർ ഇതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ഒക്കെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്രമാത്രം മോശമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയാകട്ടെ, രാഷ്ട്രപതിയാകട്ടെ, ആഭ്യന്തരമന്ത്രിയാകട്ടെ, ഇവരെയെല്ലാം ഇവർ പറയുന്നത്. അതിനകത്ത് ഈ ഒരു പരുത്തിക്കുരു എന്നും പറയുന്ന ഒരു വിഷജന്തു, ഇത് കഴിഞ്ഞ ദിവസം ആരെക്കുറിച്ചോ ഈ പരുത്തിക്കുരുവിൻ്റെ അപ്പൂപ്പനാകാൻ പ്രായമുള്ള ഒരു മനുഷ്യനെ അഭിസംബോധന ചെയ്തത് തന്നെ അയാളെന്ന രീതിയിലാണ്. അതായത് അടൂർ ഗോപാലകൃഷ്ണനെ അഭിസംബോധന ചെയ്ത്, അടൂർ ഗോപാലകൃഷ്ണൻ എന്തോ ഒരു അഭിപ്രായം പറഞ്ഞതിന് വിയോജിപ്പ് ഉണ്ടാകാം ഈ പരുത്തിക്കുരുവിന്. പക്ഷേ അപ്പൂപ്പൻ്റെ പ്രായമാകാനുള്ള മനുഷ്യനെ, ഞാൻ പറഞ്ഞത് അയാൾ എന്നാൽ അദ്ദേഹം ഒന്ന് വിളിക്കേണ്ട, ആ പേര് പറയാം, അതിന് പകരം വളരെ വൃത്തികെട്ട രീതിയിൽ, അത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ തന്നെ ഈ ഇടതുപക്ഷക്കാരനാണ്, ഹിന്ദു വിരുദ്ധനാണ്, ഹിന്ദുക്കൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെ കൂടി അദ്ദേഹത്തെ ഈ രീതിയിലാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം വിഷമാണ് ആ ഒരു ചാനൽ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഒരു കൂട്ടം സംസ്കാര സമ്പന്നരെന്ന് പറയുന്ന നമ്മുടെ മലയാളികളും, അങ്ങനെയുള്ളവർക്ക് എവിടെയാണ് സംസ്കാരം? ഈ ഒരു വിദ്വാൻ ഈ ചാനലിൽ കൂടെ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഭാരത എന്ന ഈ മഹത്തായ രാജ്യം നയിക്കുന്നവരെ, അതിനെ ഈ ഉന്നതിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഭാരതത്തിനെ എത്തിച്ചിരിക്കുന്നവരെ തെറി വിളിച്ചു കഴിഞ്ഞാൽ, ഇതിനെ എതിർക്കുന്നവർ സന്തോഷിച്ചാൽ, തൻ്റെ പേരിലുള്ള ഈ തട്ടിപ്പ് കേസുകൾ, മോഷണ കേസുകൾ, ഇതെല്ലാം അവർ അവസാനിപ്പിച്ച് തന്നെ അതിൽ നിന്ന് ഒക്കെ മുക്തനാക്കും എന്നുള്ള ഒരു ലക്ഷ്യവും ബോധവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരം വൃത്തികേടുകളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. സാധാരണ നമ്മൾ ഒരുപാട് ചാനൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ചാനൽ നേതാക്കന്മാർ, ചാനലിൻ്റെ ഉടമകളാരും ഇതേപോലെ വന്നിരുന്ന് ഈ വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ വിളിച്ചു പറയുന്നത് നമ്മളാരും കേട്ടിട്ടില്ല. ഏഷ്യാനെറ്റിൻ്റെ ഉടമയാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ എത്ര ചർച്ചകളിലാണ് ഇതുപോലെ വന്നിരുന്ന് ഈ വിവരക്കേട്, അദ്ദേഹം വിവരക്കേട് തരത്തിൽ വിവരമുള്ള മനുഷ്യനായതുകൊണ്ട് അതേ പറയത്തുള്ളൂ. എങ്കിൽ കൂടി അദ്ദേഹം എത്ര ഇതിൽ വന്നിട്ടുണ്ട്? അദ്ദേഹം വരാറില്ല. അതുപോലെയാണ് മറ്റ് ചാനലുകളുടെ, മാതൃഭൂമി ചാനലിൻ്റെ മുതലാളിയാണ് MV ശ്രേയാംസ് കുമാർ. അദ്ദേഹം എത്രയാണ് ഇതുപോലെ വന്നിരുന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം വരാറില്ല. മനോരമയുടെ മുതലാളിമാരാരെങ്കിലും ആ ചാനലിൽ വന്നിരുന്നേ പോലെ വിവരക്കേടും പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇല്ല. ഈ ഒരു കാട്ടുകള്ളൻ സ്ഥിരം ഇതിനകത്ത് വന്നിരുന്ന് BJP ചീത്ത പറയുന്നു, അയാൾ ഏതാണ്ട് വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ സ്വയം അവതരിപ്പിക്കുന്നു. ഈ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും വളരെ ജ്ഞാനമുള്ളവനാണെന്നുള്ള രീതിയിൽ, ഇത് ഇയാൾ പറയുന്നതല്ല,
ഇയൊക്കെ ഈ ക്ഷുദ്രജീവികൾ തയ്യാറാക്കി കൊടുക്കുന്നത് വെച്ചിട്ട് അത് വെച്ച് പഠിച്ചിട്ട് പറഞ്ഞു വരുമ്പോൾ ഈ പഠിച്ചത് വന്ന് പറയുമ്പോൾ തന്നെ ഇത് പലതും പാളിപ്പോകുന്നുണ്ട്, വിവരക്കേട് പറയുന്നുണ്ട്. അത് അയാളുടെ കുറ്റമല്ല, അയാളുടെ ആ ഒരു സാഹചര്യത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഇതേപോലെ ഈ മാധ്യമ രംഗത്തെ വളരെ മലീമസമാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ഇത്തരം ചില ചാനലുകളും ചില പത്രങ്ങളും. പിന്നെ മറ്റവരുടെ കാര്യം പറയുന്നില്ല, ഈ ജിഹാദി ചാനലിൻ്റെ അവർ നിരന്തരം ഈ ഹിന്ദു വിരുദ്ധമല്ലെന്നുണ്ടെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അവർക്കെതിരെ ഒരു പ്രാവശ്യം നടപടി എടുത്തപ്പോൾ ഹൈക്കോടതി വരെ ആ നടപടിയെ ശരിവെച്ചപ്പോൾ സുപ്രീം കോടതിയാണ് അവരുടെ ഈ ഹൈന്ദവ വിരുദ്ധ രാജ്യവിരുദ്ധ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അവർക്ക് വീണ്ടും ഈ പ്രക്ഷേപണത്തിന് അനുമതി നൽകിയത്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സുപ്രീം കോടതി നൽകിയിരിക്കുന്ന അനുമതിയുടെ ആ ബലത്തിലാണ് അവർ ഈ കിടന്ന് നകളിക്കുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ വിട്ടുകളയുക. അത് പിന്നെ ഇത്രയും ദോഷം ഉണ്ടാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ദോഷം ഉണ്ടാക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അവർ വളരെയേറെ ദോഷമാണ് ഈ രാജ്യത്തിനും ഹിന്ദു സമൂഹത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ഈ വിവരം കെട്ട് ഈ കാട്ടുകള്ളൻ അവന് റേറ്റിംഗ് കൂടുതലാണ് മറ്റവരെക്കാട്ടിൽ. ആ റേറ്റിംഗ് കൂട്ടിക്കൊണ്ട് അവൻ അതിൽ കൂടി ഈ രാജ്യത്തെയും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും ആ സംസ്കാരം പിന്തുടരുന്നവരെയും തെറി വിളിച്ചുകൊണ്ട് അവൻ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ വീണ്ടും ഈ രാജ്യത്തിനും ഈ സംസ്കാരത്തിനുമെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി അവൻ ആ നില സമ്പാദിച്ചു കൂട്ടുന്നു. അതിന് കുട പിടിച്ചു കൊടുക്കുന്നത് ഈ നമ്മുടെ നാട്ടിലെ വിദ്യാസമ്പന്നരെന്ന് സ്വയം അഭിമാനിക്കുന്ന ജനങ്ങളും. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.